തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഓടാൻ നമുക്ക് നന്മ നിറഞ്ഞ ഒരു തലമുറയ്ക്കായി എന്ന സന്ദേശവുമായി മാളയിൽ മാരത്തോൺ. സംഘാടനം മാള ഹോളി ഗ്രേസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പേരാമ്പ്ര നാടുകുന്നിൽ കിണറ്റിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സേലം സ്വദേശി 27 വയസ്സുള്ള സതീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പ് ആരംഭിക്കുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഏപ്രിൽ 2-ന് മാത്രമാകും പൂർണ്ണ തോതിൽ സ്റ്റോളുകൾ പ്രവർത്തനം ആരംഭിക്കുക. തൃശൂർ പൂരത്തിന് മുന്നോടിയായി സാംസ്കാരിക നഗരി അണിഞ്ഞൊരുങ്ങുകയാണ്. പൂര നടത്തിപ്പിനും സംഘാടനത്തിനും ആവശ്യമായ ചെലവുകൾ കണ്ടെത്തുന്നതിനാണ് അരനൂറ്റാണ്ടിലേറെയായി പ്രദർശനം സംഘടിപ്പിക്കുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് പൂരപ്രദർശനം നടക്കുന്നത്. 62ാമത് പൂരപ്രദർശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് നിർവഹിച്ചു. ഓരോ പൂരാസ്വാദകനുമാണ് തൃശൂർ പൂരം നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി എന്ന വലിയ ഉത്തരവാദിത്തോടെയുള്ള ആദ്യ പൂരമാണ് ഈ വർഷത്തേതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാവരും ആനന്ദം കൊയ്തെടുക്കുന്ന ഉത്സവകാലം ഏറ്റവും ഭംഗിയാകട്ടെ എന്നും നന്മകൾ കൊയ്തെടുക്കുന്ന വലിയ വമ്പൻ പൂരം ആശംസിക്കുന്നതായും സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാം കൊണ്ടും നന്മ മാത്രം വിതച്ച് പെരും നന്മ കൊയ്യുന്ന ഒരു ഉത്സവകാലം നമുക്ക് സമ്മാനിക്കണേ എന്ന് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് വടക്കുംനാഥന്റെ പാതാരബന്ധങ്ങളിൽ ശിരസ് തൊട്ട് നമിച്ചുകൊണ്ട് ഇത് ഐശ്വര്യപൂർണമായ തുടക്കമായിരിക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു വലിയ പൂരം, വമ്പൻ പൂരം ആശംസിക്കുന്നു. മേയർ MK വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി R ബിന്ദു, P ബാലചന്ദ്രൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ ML റോസി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനം നടത്തിയെങ്കിലും പൂരപ്രദർശനം പൂർണ്ണസജ്ജമായി പ്രവർത്തിക്കുക ഏപ്രിൽ 2-ന് മാത്രമാകും. പ്രദർശനം മെയ് അവസാന വാരത്തിൽ സമാപിക്കും വിധമാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ പ്രവേശന ടിക്കറ്റിന് 40 രൂപയും പൂരത്തിന്റെ 3 ദിവസം 50 രൂപയുമാണ് നിരക്ക്. വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് കിഴക്കേ ഗോപുരത്തിന് സമീപത്തെ പ്രദർശന നഗരിയിൽ 150 സ്റ്റാളുകളും 70ഓളം പവിലിയനുകളുമാണ് പ്രദർശനത്തിന്റെ ഭാഗമായി തയ്യാറാക്കുക. മെയ് 6-7 തീയതികളിലാണ് ലോക വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ മാരത്തോൺ 2025 സംഘടിപ്പിച്ചു. ഓടാം നമുക്ക് നന്മ നിറഞ്ഞ ഒരു തലമുറയ്ക്കായി എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച പരിപാടി MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. മാരത്തോണിന് മുന്നോടിയായി നടന്ന സുംബ ഡാൻസ് മത്സരാർത്ഥികൾക്ക് ആവേശമായി. മാള സെന്റ് ആന്റണീസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച 3K ഫൺ റൺ മുൻ MLA തോമസ് ഉണ്ണിയാടൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AA അഷ്റഫ്, മാള ജുമാ മസ്ജിദ് ഇമാം ജനാബ് സുബൈർ മന്നാനി, ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ, ബെന്നി ജോൺ ഐനിക്കൽ, ഡോക്ടർ അജിത് കുമാർ, S ചന്ദ്രകാന്ത, ഡോക്ടർ ജിയോ ബേബി, ഹോളി ഗ്രേസ് ഡയറക്ടർമാർ, മാരത്തോൺ ഓർഗനൈസർ MR ഗിരീഷ് കുമാർ, പോളിടെക്നിക് പ്രിൻസിപ്പൽ MB ശശികുമാർ, വൈസ് പ്രിൻസിപ്പൽ എഡ്വിൻ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. 10K പുരുഷ വിഭാഗത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ പ്ലെയർ നബീൽ സഹി 1-ാം സ്ഥാനവും, നാഷണൽ പ്ലെയർ സന്ദീപ് 2-ാം സ്ഥാനവും, നാഷണൽ പ്ലെയർ RS മനോജ് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ രജിത V 1-ാം സ്ഥാനവും, പൗർണമി 2-ാം സ്ഥാനവും, സുപ്രിയ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് തോമസ് ഉണ്ണിയാടൻ, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു,
മാള ബ്ലോക്ക് മെമ്പർ എ അഷ്റഫ്, കോളേജ് ഡയറക്ടർമാർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മാരത്തോൺ ഓർഗനൈസർ MR ഗിരീഷ് കുമാറിനെ ഉപഹാരം നൽകി ആദരിച്ചു. മീഡിയ ടൈം മാള. പേരാമ്പ്ര നാടുകുന്നിൽ കിണറ്റിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സേലം സ്വദേശി 27 വയസ്സുള്ള സതീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക വിവരം. നാടുകുന്ന് കള്ളുഷാപ്പിന് സമീപമുള്ള കിണറ്റിൽ ഞായറാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടത്. ചാലക്കുടി നിന്നുള്ള അഗ്നിരക്ഷാ സേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ കരാർ തൊഴിലാളിയാണ് സതീഷ്. പേരാമ്പ്രയിൽ തന്നെയാണ് താമസം. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ഇയാളെ കാണാനില്ലെന്ന് കാണിച്ച് കൊടകര പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം പരാതി ലഭിച്ചിരുന്നു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മീഡിയ ടൈം കൊടകര. ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചുകൊണ്ട് നമ്പർ 1 വെഡ്ഡിംഗ് കളക്ഷന്റെ ഏറ്റവും പുതിയ ഷോറൂം മാളയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ വ്യവസായിയും ഫാഷൻ ഡിസൈനറുമായ ബീന കണ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സിനി ആർട്ടിസ്റ്റുമാരായ ഡയാന ഹമീദ്, ആഷിക അശോകൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഇന്ന് ഇവിടെ നമ്പർ 1 ടെക്സ്റ്റൈൽ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ജോൺസൺ ചേട്ടൻ്റെ തലമയിൽ ആരംഭിച്ച് ഇന്ന് ഡേവിഡ്സണും മെർവിനും എല്ലാം കൂടിയാണ് ഇത് നടത്തുന്നത്. ഇതൊരു ഫാമിലി സംരംഭമാണ്. 10-30 കൊല്ലത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കടയാണിത്. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണ്ട, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി. വേറെ സ്ഥലത്തൊന്നും പോകണ്ട. പ്ലീസ് കം ടു നമ്പർ 1. ഹാവ് യു എവർ ബീൻ ടു നമ്പർ 1 ബിഫോർ? നേരത്തെ പോയിട്ടുണ്ടോ? നമ്പർ 1 പറവൂരുണ്ട്, പെരുമ്പാവൂരുണ്ട്. പോയിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടല്ലോ, ഇഷ്ടമായിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് ഇന്നത്തെ ദിവസം ആഘോഷിക്കാം. മാള ഫെഡറൽ ബാങ്കിന് സമീപം പോൾ ടൗണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന നമ്പർ 1 വെഡ്ഡിംഗ് കളക്ഷനിൽ ഈ വിവാഹ സീസണിലെ ഏറ്റവും മികച്ച ഡിസൈനുകളും ട്രെൻഡിംഗ് കളക്ഷനുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെൻസ് വെയർ, വിമൻസ് വെയർ, കിഡ്സ് വെയർ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ആഘോഷ പരിപാടികളിൽ അണിയാൻ അനുയോജ്യമായ വസ്ത്രങ്ങൾ മനസ്സിനിണങ്ങിയ മോഡലുകളിൽ ബജറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം. ഉദ്ഘാടന ചടങ്ങിൽ നമ്പർ 1 മാനേജിംഗ് പാർട്ട്ണർമാർ, കുടുംബാംഗങ്ങൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് പ്രസിഡന്റ് PT പാപ്പച്ചൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ബ്ലോക്ക് മെമ്പർ A അഷ്റഫ്, വാർഡ് മെമ്പർ സാബു പോൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. നമ്പർ 1 വെഡ്ഡിംഗ് കളക്ഷന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ പറവൂർ, പെരുമ്പാവൂർ. ഞാനും ആഷികയും നമ്പർ 1 വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എവർ സിൻസ് ദാറ്റ് നമ്മൾ ഈ ഒരു ഗ്രാൻഡ് ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കളക്ഷൻ എന്താണെന്നുള്ളത് നേരിട്ട് അറിഞ്ഞവരാണ് ഞങ്ങൾ. അപ്പോൾ ശരിക്കും നമ്മുടെ മാളയിലുള്ള വസ്ത്ര സ്നേഹികൾക്ക് ഒക്കെ ഒരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും നമ്പർ 1 വെഡ്ഡിംഗ് കളക്ഷൻസ് ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഒരുപാട് സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് ക്ഷണിച്ചതിന്. താങ്ക് യു സോ മച്ച്. ഒരു വലിയൊരു താങ്ക് യു ഫോർ കോളിംഗ് ബോത്ത് ഓഫ് us here. ആൻഡ് മാളയിൽ ഇത്രയും ആൾക്കാരെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്തോ എനർജറ്റിക്കാണല്ലോ, ഒരു ഭയങ്കര സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്പർ 1 കളക്ഷൻസിൽ ഞങ്ങൾ ആഡ് ഷൂട്ട് ചെയ്തായിരുന്നു. ആൻഡ് അമേസിങ് കളക്ഷൻ ആയിരുന്നു. എല്ലാ സാരീസും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാരീസ് മാത്രമല്ല, ഗൗൺസ് ഉണ്ടായിരുന്നു, ലെഹങ്കാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. സോ ഇനി നിങ്ങളും കയറി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോഴാണല്ലോ അതിനൊരു പൂർണ്ണത വരുള്ളൂ.
അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം വളരെ ഗംഭീരമായിട്ട് തന്നെ തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. വെരി ജെനുവിൻലി ഐ എം വെരി 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 ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ബിസിനസ് ഡെസ്ക് മീഡിയ ടൈം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുഴൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് പുതിയ വാഹനം വാങ്ങി നൽകി. കൂടാതെ മിനി മാലിന്യ സംസ്കരണ യൂണിറ്റിലേക്ക് ട്രോളികളും വാർഡുകളിലേക്ക് ബിന്നുകൾ, ബോട്ടിൽ ബൂത്ത്, ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ബാഗുകൾ എന്നിവ വിതരണം ചെയ്തു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സന്തോഷ് കുമാർ, സണ്ണി കൂട്ടാല, പഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് പൗലോസ്, സേതുമോൻ ചിറ്റേത്, റോസ്മി രാജു, നന്ദിത വിനോദ്, സെക്രട്ടറി പ്രീതി, വിഇഒ വാഹിദ എന്നിവർ പങ്കെടുത്തു. അഷ്ടമിച്ചിറ NSS കരയോഗം ചാരിറ്റബിൾ സൊസൈറ്റി, കൊടകര ശാന്തി ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന, അസ്ഥിരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ദൈനംദിനം വർദ്ധിച്ചു വരുന്ന രോഗങ്ങളിലൂടെ ജീവിതശൈലി രോഗങ്ങളോടൊപ്പം തന്നെ ഇന്ന് തിമിര രോഗത്തിലേക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഷുഗർ, പ്രമേഹം എന്ന് പറയുന്ന രോഗത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ സാധ്യതയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ മനുഷ്യജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ്. അതിൽ ഏറ്റവും വലിയൊരു ഉത്തമമായ മനുഷ്യജീവന്റെ ഏറ്റവും വലിയ മൂല്യമാണ് നമുക്ക് കണ്ണ് കാണുക എന്നുള്ളത്. അതിൽ നിന്ന് ഇവിടുത്തെ ക്യാമ്പ് തന്നെ നമ്മളുടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ തന്നെ ശാന്തി ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് നല്ല 2 ഡോക്ടർമാരെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ നമുക്ക് തുടർ ചികിത്സ ഏപ്രിൽ 6-ാം തീയതി 8:30 മുതൽ 12:30 വരെ ഉള്ള സമയത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഇത്രയും വിപുലമായി നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ക്യാമ്പയിൻ ഒരുക്കിക്കൊണ്ട് തന്നെ എല്ലാവർക്കും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ക്യാമ്പ് നമുക്കോട് ഒരുക്കി വെച്ചിരിക്കുന്നത്. NSS കരയോഗം പ്രസിഡന്റ് കെ മധു അധ്യക്ഷത വഹിച്ചു. PP മധുസൂദനൻ, പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, വാർഡ് മെമ്പർ KV രഘു എന്നിവർ സംസാരിച്ചു. ഡോക്ടർ കല്യാണക്കുട്ടി, ഡോക്ടർ സജീവൻ എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു.
ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU സമ്മേളനം അഷ്ടമിച്ചിറയിൽ നടന്നു. ഏരിയ പ്രസിഡന്റ് CS രഘു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് അപകടകരമായ അവസ്ഥയിൽ നേരിടുകയാണ്. എന്താ അങ്ങനെ ഒരു സാഹചര്യം വന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പുള്ള യോഗങ്ങളിൽ എല്ലാം നമ്മൾ ഈ കാര്യങ്ങൾ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അത് ക്ഷേമനിധി ഒരു അപകടകരമായ അവസ്ഥയെ നേരിടുന്നതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാരിൻ്റെതല്ല. കാരണം ഈ ക്ഷേമനിധി നിലവിൽ വരുന്നത് 1991 അപ്പോൾ ക്ഷേമനിധി 1990-91 കാലഘട്ടത്തിൽ നടപ്പാക്കുമ്പോൾ അന്ന് തന്നെ ഭരണാധികാരികളും യൂണിയനുകളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ക്ഷേമനിധി നടപ്പാക്കാൻ നമ്മൾ വളരെ നാളുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടത്. പക്ഷെ അവിടെ ഭരണാധികാരികൾ നമ്മളോട് ഉന്നയിച്ച തർക്കം ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ അത് 3 ഉടമസ്ഥന്മാർ വേണം. തൊഴിലാളി വേണം, മുതലാളി വേണം, സർക്കാർ വേണം. നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ച് തൊഴിലാളിയുണ്ട്, സർക്കാരുണ്ട്. നമുക്ക് ആരെയും മുതലാളിയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. KC അപ്പു അധ്യക്ഷത വഹിച്ചു. MP ശശിധരൻ, KN മനോഹരൻ, CN ദേവകി, KN രഘുവരൻ, PS രാജു, KN അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ സാക്ഷിയുടെ പ്രഥമ മുഹമ്മദ് റാഫി പുരസ്കാരം പ്രശസ്ത നോവലിസ്റ്റ് TK ഗംഗാധരന് സമ്മാനിച്ചു. പുലിസ്റ്റർ ബുക്സ് പ്രസിദ്ധീകരിച്ച ദൈവം കയ്യൊപ്പിട്ട കഥകൾ എന്ന ഗ്രന്ഥമാണ് പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടത്. കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ആലങ്ങോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു. സാക്ഷി പ്രസിഡന്റ് സൈദാവൻ അധ്യക്ഷനായി. കവി സെബാസ്റ്റ്യൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. ചടങ്ങിൽ TK ഗംഗാധരന്റെ കനോലി കനാലിന്റെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ആസ്പിൻ അഷ്റഫ്, സുനിൽ P മതിലകം, ഡാവിഞ്ചി സുരേഷ്, TK ഗംഗാധരൻ, PA സീതി, PR ബാബു, PT മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. റംദാൻ പരിവർത്തനത്തിന്റെ മാസമാണെന്നും നിറയെ അനുഗ്രഹങ്ങളും ആത്മീയ സമുന്നതിയും സമ്മാനിക്കുന്ന വിശിഷ്ട അതിഥിയാണ് റമദാൻ എന്നും അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA പറഞ്ഞു. MES സംഘടിപ്പിച്ച ഇഫ്താർ സംഗമവും റംസാൻ റിലീഫും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MES തൃശൂർ ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ അധ്യക്ഷത വഹിച്ചു. കോണത്തുകുന്ന് മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഫൈസി റമദാൻ സന്ദേശം നൽകി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി റിലീഫ് വിതരണം നടത്തി. വൈസ് പ്രസിഡന്റ് ഹസ്ന റിജാസ് പുതുവസ്ത്ര വിതരണം ചെയ്തു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, അംഗം സലീം അറക്കൽ, KM അബ്ദുൾ സലാം, അഡ്വക്കേറ്റ് നവാസ്, VM ഷൈൻ, മുഷ്താഖ് മൊയ്തീൻ, PA മുഹമ്മദ് ഹസീം, KM അബ്ദുൾ ഖാദർ, EI മുജീബ്, മുഹമ്മദ് ബാബു, KA മുഹമ്മദ്, ഇബ്രാഹിം KM, അബ്ദുൾ ജമാൽ എന്നിവർ സംസാരിച്ചു. നവീകരണം പൂർത്തീകരിച്ച കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, കൊടകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, 12ാം വാർഡ് അംഗം പ്രജിത് TV, വാർഡ് അംഗം CA റെക്സ്, ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N ബിജു ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കോടാലി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് ജനകീയ സൗഹൃദ സമിതി രൂപീകരിക്കുന്നതിനുള്ള ആദ്യ യോഗം നടത്തി. പുതുക്കാട് MLA KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, കോടാലി സബ് രജിസ്ട്രാർ ബെന്നിച്ചൻ, വാർഡ് മെമ്പർ ഷൈനി ഷാബു എന്നിവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ആധാരമെഴുത്ത് പ്രതിനിധികളും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരും പങ്കെടുത്തു. MLA അധ്യക്ഷനായും സബ് രജിസ്ട്രാർ കൺവീനറായും ജനകീയ സൗഹൃദ സമിതി രൂപീകരിച്ചു. മുരിയാട് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രാണ പാലിയേറ്റീവ് കെയറിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ വാഹനം കൈമാറി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് റീജിയൻ ഹെഡ് റാണി സക്കറിയാസ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിനു താക്കോൽ കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ എന്നിവർ സംസാരിച്ചു.
പുത്തൻചിറ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ മദ്യലഹരി വിരുദ്ധ ഞായർ ആചരിച്ചു. രാവിലെ 7:15 ആഘോഷമായ ദിവ്യബലിക്ക് ശേഷം പള്ളിയുടെ മുൻഭാഗത്ത് നടന്ന യോഗത്തിൽ ലഹരിവിരുദ്ധ സന്ദേശവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. റവറന്റ് ഫാദർ ജെർലിറ്റ് കാക്കനാടൻ ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകി. പ്രസിഡന്റ് ശ്രീ ഫ്രാൻസിസ് TD അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ശ്രീ വിൻസെന്റ് മഞ്ഞളി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ശ്രീമതി ലില്ലി റോയ് സ്വാഗതം പറഞ്ഞു. ശ്രീമതി ജോഫി ബിജു അഞ്ചേരി നന്ദി പറഞ്ഞു. ശ്രീ മാർട്ടിൻ വട്ടപ്പറമ്പിൽ, ശ്രീ ലിജോയ് ചക്കാലമറ്റത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യുവജനങ്ങൾ, വിശ്വാസ പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾ, അവരുടെ അധ്യാപകർ തുടങ്ങിയവർ ലഹരിവിരുദ്ധ സമിതി ഒരുക്കിയിരിക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തു. ആധുനിക ലോകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗം. ലഹരി മാഫിയ സംഘങ്ങളും അവയുടെ ഉപഭോക്താക്കളും പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ മക്കളിലേക്ക് ലഹരി കെണികളുമായി കടന്നുവരുന്നു. ലഹരി മാഫിയയുടെ ചുണ്ടയിൽ കൊളുത്തുന്ന ഇരകളായി മാറാതെ കുട്ടികളോടും യുവജനങ്ങളോടും പ്രത്യേകം കരുതലെടുക്കുവാൻ യോഗത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി K. രാജനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഓടാൻ നമുക്ക് നന്മ നിറഞ്ഞ ഒരു തലമുറയ്ക്കായി എന്ന സന്ദേശവുമായി മാളയിൽ മാരത്തോൺ. സംഘാടനം മാള ഹോളി ഗ്രേസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പേരാമ്പ്ര നാടുകുന്നിൽ കിണറ്റിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സേലം സ്വദേശി 27 വയസ്സുള്ള സതീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.